ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ശിവൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാവമാണ് അവർ സ്വീകരിക്കുന്നത്. കാലഭൈരവനെക്കുറിച്ച് നാം അറിയുന്നത് അത് സ്ഥലവും കാലവും ഇല്ലാത്ത ശിവൻ്റെ ഒരു അവസ്ഥയാണ്, ഒരു ഭാവമാണെന്നാണ്. എന്നാൽ കാലഭൈരവനെക്കുറിച്ച് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില അറിവുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ശ്രദ്ധിക്കുക. കാലഭൈരവൻ എപ്പോഴും ഈ ബോധത്തിൻ്റെ പൂർണ്ണ പ്രാപ്തിയിലെത്തുമ്പം അത് അതിൻ്റെ ഭൗതികതയിൽ നിന്ന് അത് സ്വതന്ത്രതയാവുകയാണ്. ഭൗതികത എപ്പോഴും ഒരു സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും ബന്ധനക്കൂട്ടിലാണ്. എന്നാൽ പൂർണ്ണ ബോധത്തിന്, പ്യുവർ കോൺഷ്യസ്നെസ്സിന് ടൈമുമില്ല, സ്പേസുമില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭൈരവനെക്കുറിച്ച്. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം തന്നെ കാലഭൈരവ വർഷിപ്പിനെ കുറിച്ച് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അത് പല സാധനയിലും ഒക്കെയാണ്. നിങ്ങൾ ദയവായി വാട്സപ്പിൽ ചോദിക്കരുത്. വാട്സപ്പിൽ ധാരാളം മെസ്സേജ് വന്ന് നടക്കുന്നുണ്ട്. ഞാനത് നോക്കുന്നില്ല, ഇപ്പം അതിനുള്ള ഇതില്ല. അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇടണ്ട. അല്ലാതെ ഇതിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനിത് വാട്സപ്പിൽ ചോദിക്കും, നിങ്ങൾ അത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും മെസ്സേജ് കൂടുതലായിട്ട് ചോദിക്കുന്നു. അത് ഒരു സാധുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും മൊബൈലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ചോദിക്കുന്നതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ. ഭൈരവൻ വർഷിപ്പ് നോക്കൂ. ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് ഭൈരവന് മദ്യം വെക്കുന്നത്? ഭൈരവൻ എന്തിനാണ് കഞ്ചാവ് വെക്കുന്നത്? ഭൈരവൻ എന്തിനാണ് നോൺ വെജിറ്റേറിയൻസ് വെക്കുന്നത്? ശിവൻ്റെ ഉയർന്ന ഭാവമല്ലേ, ഏറ്റവും ഉയർന്ന കോൺഷ്യസ് അല്ലേ? പിന്നെ ടൈമും സ്പേസും ഇല്ലാത്ത ആ ഉയർന്ന ബോധത്തിന് ഇങ്ങനെയൊക്കെ വർഷിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കൂ. ആത്മീയത എന്നുള്ളൊരു പദം നമ്മൾ ഒരു കാവ്യ വസ്ത്രവും എടുത്തുകൊടുത്ത് ഒരു രുദ്രാക്ഷമാലയും ഇട്ട് തലയിൽ ഭസ്മവും ഇട്ട് ഒരു മൂക്ക് അടച്ചു വെച്ചിട്ട് മക്കിയ മുകളിലൂടെ ശ്വാസം വിട്ട് മന്ത്രം ജപിച്ചിരുന്നാലൊന്നും അത് സംഭവിക്കില്ല. സമയത്തെയും കാലത്തെയും ബന്ധിപ്പിച്ച് ഈ ബോധം പൂർണ്ണപ്രാപ്തിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് എത്രയോ, അതിനൊരു വലിയ കാര്യമുണ്ട്. ചില ജന്മങ്ങൾക്ക് മാത്രം ഒരു നല്ല ഗുരു ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ തലത്തിലെത്താൻ പറ്റും. അല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു പ്രാണായാമം കൊണ്ടോ മന്ത്രജപം കൊണ്ടോ ആസനകൾ കൊണ്ടൊന്നും ആ തലത്തിൽ തൊടാൻ പറ്റില്ല. അവിടാണ് ക്രിയയും ഹോമവും ജപവും ഒക്കെ മാറി നിൽക്കുന്നത്. മോക്ഷപ്രാപ്തിയിലേക്ക് പോകും. അവിടെ എപ്പോഴും ഒരു ഗുരുവിൻ്റെ കണക്ഷൻ ഉണ്ടാവണം. തീർച്ചയായിട്ടും കണക്ഷൻ ഉണ്ടാവണം, അല്ലാതെ സാധിക്കില്ലത്. നോക്കൂ, ഭൈരവൻ്റെ വർഷിപ്പ് ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ഇവിടെ ഭൈരവനെക്കാട്ടിലുപരി നാഗത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നാഗവും ഭൈരവനും ഒന്നാണ്. രണ്ടും കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. നോക്കൂ, നമ്മുടെയൊക്കെ സർപ്പക്കാവിലാണെങ്കിലും നമ്മൾ കുരുതി ചെയ്യാറുണ്ട്, നമ്മൾ ബലി കൊടുക്കാറുണ്ട്. എന്തിനാണ്? അവർക്ക് ഒരു കുമ്പളങ്ങ മുറിച്ച് രക്തം ചീറ്റിക്കുന്നതും അവർക്ക് മുട്ട പുഴുങ്ങിയത് വെക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് മാംസം കൊണ്ടുവന്ന് വെക്കുന്നതും ഇതൊക്കെ തന്നെ സർപ്പങ്ങൾക്ക് വേണ്ടിയാണോ? നോക്കൂ, ഇപ്പം നിങ്ങളുടെ ഒരു പുരുഷനാണ് ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ്റെ 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 സ്വഭാവം എങ്ങനെയായിരുന്നു അതിനെ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വരുത്താൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ DNA എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനൊരു വിധിയുണ്ട്. നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛനൊരു നല്ലൊരു പ്രമാണിയായിരിക്കും. ചിലപ്പം ഒരു സമൂഹത്തിന് തന്നെ ഒരു വൃത്തികെട്ടവനാവും. ഏത് ഗുണത്തിലുള്ളതാണെങ്കിൽ ആ ഗുണം നിങ്ങളുടെ ഇപ്പം നിൽക്കുന്ന സ്വഭാവം മാറിയിട്ട് നിങ്ങൾക്ക് ആ സ്വഭാവം പൂർണ്ണമായിട്ടും വരുന്നൊരവസ്ഥ
നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഈ തോട്ട്സ് പാറ്റേൺ ആയിരിക്കില്ല. നിങ്ങളുടെ അപ്പൂപ്പൻ എങ്ങനെയാണോ ചിന്തിച്ചത്, അയാൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, ആ പ്രവൃത്തി നിങ്ങളിൽ കിട്ടും. അത് വരുത്താനുള്ള രീതികളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആത്മീയ പാതയിലിറങ്ങുമ്പം നമുക്ക് മോക്ഷം അല്ലെ നമ്മളെ അലട്ടുന്ന കർമ്മങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൂർവികർ തന്നെയാണ്. നമ്മുടെ പൂർവികരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെ നമുക്ക് ഈ ഒരു മോക്ഷപ്രാപ്തിയിൽ സന്യാസിമാർ എവിടെയെങ്കിലും പോയിരിക്കുന്നതും അവർ പ്രാണശക്തി സ്വീകരിക്കുന്നതും അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപയിൽ പൂർവികരുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനാണ്, നമ്മുടെ DNA കട്ട് ചെയ്യാനായിട്ടാണ്. അതിനൊത്തിരിയും ശക്തികളുടെ ആവശ്യമുണ്ട്. ഇപ്പം നമ്മളൊരു വർഷിപ്പ് ചെയ്യുമ്പം ഇപ്പം നിങ്ങൾക്ക് ഭൗതികപരമായി വളരെ ശ്രേഷ്ഠതയുള്ള ജീവിതം നയിക്കണമെങ്കിലോ ആത്മീയപരമായി നിങ്ങൾക്ക് ഉയരണമെന്നുണ്ടെങ്കിലോ എസ്പെഷ്യലി ഭൈരവൻ്റെ നാഗത്തിൻ്റെ ആവശ്യം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. അത് നമ്മളിൽ ബന്ധപ്പെടുമ്പം നമ്മുടെ പൂർവികരുമായുള്ള അകലം നമ്മൾ പാലിക്കും. അല്ലെങ്കിൽ നിങ്ങളെ അവർ സദാസമയം അലട്ടുന്നുണ്ട്, നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിൽ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ആ കുടുംബത്തിലുള്ള ഒരാൾക്ക് അയാളുടെയായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ, ഏതെങ്കിലും ചില കൊച്ചു കുട്ടികളെ നോക്കിയാൽ മതി, കുറച്ച് ദിവസത്തെങ്കിലും ആ കുട്ടികൾ ഇറിറ്റേഷനിൽ കടന്നു പോകുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ട്, അതിന് ശേഷം നിങ്ങളിലുണ്ടായിരിക്കുന്ന ഒരു നഷ്ടപ്പെടലിൻ്റെ ഒരു അനുഭവം, എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു അനുഭവം നിങ്ങളിൽ പലർക്കുമില്ലേ. അപ്പം ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിങ്ങനെ കടന്നു വരുന്നൊരു ചക്രമാണ്. മനുഷ്യജന്മത്തിലുണ്ടാവുന്ന ഒരു ബന്ധനമാണ് പൂർവിക ശാപം അല്ലെ പൂർവിക ബന്ധനം. അതിലൂടെയാണ് അടുത്തൊരു ജന്മചക്രം ഉണ്ടാകുന്നത്. അതിനെ മറികടക്കണമെങ്കിൽ ചില രീതിയിലുള്ള കാലഭൈരവൻ്റെ വർഷിപ്പിന് വളരെ പ്രാധാന്യമുണ്ട്. നോക്കൂ, നമുക്ക് ചില രീതിയിൽ ഇപ്പം ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നന്നായി അറിയാമത്. അവർക്ക് ഞാൻ എവിടെ ഉണ്ടെങ്കിലും ആ സാമീപ്യം അവർക്കത് ലഭിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ വീണ്ടും ഒരു ജന്മചക്രത്തിലേക്ക് വരാതെ ഞാൻ നോക്കും. ഒരു ഗുരു തന്നെ ഭൈരവനാണ്, ഒരു ഗുരു തന്നെ നാഗവുമാണ്. അത് അവരിൽ അത് സൃഷ്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പൂർണ്ണാംഗ സാധന അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം ഈ കാര്യം. അവരിൽ പലരും അത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ പറയുന്നത് തന്നെ ഒരു അഹന്തയാണ്, അതുകൊണ്ട് പറയാൻ തന്നെ മടിക്കുന്ന കാര്യങ്ങളുമാണ്. നോക്കൂ, എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ, എൻ്റെ സ്വന്തമെന്ന് പറയുന്ന ഒരാൾ, അവർ മരണപ്പെടുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട്, അവർക്കറിയില്ല എന്തിനാണ് ഞാൻ ഭൈരവനെ ഇത്രയും തീവ്രമായുള്ള സാധനയിലേക്ക് അവരെയും കൂടി ഇൻവൈറ്റ് ചെയ്ത് അവരെയും കൂടി വിളിച്ചു വരുത്തിയെന്ന്. ഒരു 10-15 പേരോളം ഇരുന്നുള്ള ഒരു ഊർജത്തിൽ ഞാൻ തയ്യാറെടുപ്പ് നടത്തി ഒരാൾക്ക് മോക്ഷപ്രാപ്തി കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ജന്മചക്രത്തിൽ നിന്ന് മറികടക്കാനായിട്ടുള്ള എളുപ്പവഴി ഞാൻ പറയുന്നത് വെച്ചാൽ, അദ്ദേഹം മരിക്കുന്നത് ആരും അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. പക്ഷേ അത് മുൻകൂറായി അറിയാൻ കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ചില രീതിയിൽ ഗുരുവായിട്ട് ഞാനായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ തന്നെയും ജന്മചക്രത്തിൽ നിന്ന് മറികടക്കാൻ വളരെ ഉപകാരപ്പെടും. ഇതൊരു ബന്ധമാണ്, ഇതൊരു ഭൈരവനുമായുള്ള ബന്ധമാണ്. എപ്പോഴും നിങ്ങളുടെ പൂർവികരിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറി ഗുരുവിൻ്റെ DNA വരുമ്പോഴേ ആത്മീയത നിങ്ങളിൽ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് ഭൈരവനും ഗുരുവും ഒന്നാവുന്നു. ശിവരാത്രിക്ക് വായോ, എന്താണ് ഭൈരവൻ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാം. നമസ്കാരം.